കല്യാണപ്രായമായിട്ടും കല്യാണമാവാത്തവരെയും ഭർത്താക്കന്മാരില്ലാത്ത സ്ത്രീകളെയും വശീകരിച്ച് അവരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു. പ്രഗ്നന്റ് ആവാതിരിക്കാനാണെന്ന് പറഞ്ഞ് സൈനഡ് പുരട്ടിയ ടാബ്ലറ്റ് കൊടുത്ത് മൃഗീയമായി കൊല്ലുന്നു. തമിഴ്നാട്ടിലെ പോലീസ് ഉദ്യോഗസ്ഥനായിരുന്ന സൈക്കോ കില്ലറായ സ്റ്റാൻലിയുടെ ഹോബിയാണിത്. കേരളത്തിലെയും തമിഴ്നാട്ടിലെയും സ്ത്രീകളായിരുന്നു അയാളുടെ ലക്ഷ്യം. കേരള പോലീസിലെ നത്തെന്ന ഉദ്യോഗസ്ഥനായിരുന്നു ആ കേസന്വേഷണ ചുമതല ലഭിച്ചിരുന്നത്. എന്നാൽ തമിഴ്നാട്ടിൽ നടക്കുന്ന കൊലപാതകങ്ങളെ പറ്റി അന്വേഷിക്കുന്നതിന് സഹായിയായി നത്തിന് ലഭിക്കുന്നത് ഈ സ്റ്റാൻലിയെ തന്നെയായിരുന്നു. സ്റ്റാൻലി തന്റെ ഓരോ ഇരയും കൊന്നതിനു ശേഷം അവരുടെ ഫോൺ ഉപയോഗിച്ചാണ് അടുത്ത ഇരയായ സ്ത്രീയെ കണക്ട് ചെയ്യുന്നത്. തമിഴ്നാട്ടിൽ കൊല്ലപ്പെട്ട സ്ത്രീകളുടെ ഹോട്ടൽ മുറിയിൽ നിന്ന് കിട്ടിയ സാധനങ്ങൾ പരിശോധിച്ചപ്പോഴാണ് പോലീസ് ഓഫീസർ യൂണിഫോമിൽ യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് പിന്നും അവരെഴുതാനായി ഉപയോഗിക്കുന്ന പേപ്പറും കണ്ടുകിട്ടുന്നത്. അതുകൊണ്ട് തന്നെ കൊലയാളി തമിഴ്നാട് പോലീസിലുള്ള ആളാണെന്ന് നത്ത് ഉറപ്പിച്ചു. ഈ കാര്യം പറഞ്ഞ സ്റ്റാൻലി പിടിക്കപ്പെടാതിരിക്കാനായി തന്റെ അപ്പാർട്ട്മെന്റിൽ താമസിക്കുന്ന പോലീസിൽ ജോലി ചെയ്യുന്ന ആളെ പ്രതിയാക്കാനായി മരിച്ച സ്ത്രീയുടെ ഫോൺ ഓണാക്കി അയാളുടെ മുറിയിൽ വെക്കുന്നു. ശേഷം ആരും അറിയാതെ അയാളെ കൊലപ്പെടുത്തുന്നു. അതോടുകൂടി പ്രതി അയാളാണെന്നും താൻ കുടുങ്ങുമെന്നറിഞ്ഞ് അയാൾ മുങ്ങിയതാണെന്നാണ് എല്ലാവരും കരുതിയിരുന്നത്. എന്നാൽ വളരെ യാദൃശ്ചികമായി സ്റ്റാൻലിയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു പെണ്ണിനെ നത്ത് കാണാനിടയാവുന്നു. പതിവ് പോലെ അവളെ വശീകരിച്ച് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട ശേഷം സൈനഡ് പുരട്ടിയ ടാബ്ലറ്റ് കൊടുത്ത് അവളെ വാഷ്റൂമിലേക്ക് പറഞ്ഞു വിട്ടു. എന്നാൽ ആ കുഞ്ഞിനെ പ്രസവിക്കാനുള്ള താല്പര്യം കൊണ്ട് അവൾ ആ ഗുളിക കഴിക്കാതിരുന്നു. എന്നാൽ ആ സമയത്തിനുള്ളിൽ അവൾ മരണപ്പെട്ടു എന്ന് കരുതി സ്റ്റാൻലി അവിടെ നിന്ന് മുങ്ങുന്നു. ആ സമയത്താണ് താൻ ചതിക്കപ്പെട്ട വിവരം ആ പെൺകുട്ടിക്ക് മനസ്സിലാവുന്നത്. ബസ്സിൽ വെച്ച് ആ പെണ്ണിന്റെ കൂടെ ഉണ്ടായിരുന്ന ആളെ കണ്ടിരുന്ന കണ്ടക്ടർ അയാളുടെ രേഖാചിത്രം വരച്ച് നത്തിനെ ഏൽപ്പിക്കുന്നു. നത്ത് ആ രേഖാചിത്രവുമായി ആ പെൺകുട്ടിയുടെ അടുത്തേക്ക് പോയി കൊലയാളിയുടെ ചിത്രം കൺഫേം ചെയ്യുന്നു. അതോടുകൂടി സ്റ്റാൻലിയാണ് കില്ലർ എന്നുള്ള കാര്യം നത്തിന് മനസ്സിലാവുന്നു. അങ്ങനെ ഹോട്ടലിൽ തന്റെ അടുത്തിരയായ സ്ത്രീയുമായി വന്ന സ്റ്റാൻലിയെ നത്ത് കൈയോടെ പൊക്കുകയും അവിടെ വെച്ച് അവർ തമ്മിൽ ഏറ്റുമുട്ടുന്നു. എന്നാൽ ഇങ്ങനെ ഒരു കൊലയാളിയെ നിയമത്തിന് വിട്ടുകൊടുക്കാൻ നിൽക്കാതെ നത്ത് അവിടെ വെച്ച് തന്നെ അയാളെ കൊലപ്പെടുത്തുകയാണ്. ശേഷം ഒരു വാണ്ടഡ് പോസ്റ്റർ ഒട്ടിച്ച് കാറിന്റെ ഡിക്കിയിലിട്ട് ബോഡി കൊണ്ടുപോകുന്നു. എന്നാൽ ഡിക്കി തുറന്നു വരുന്നതായി കാണിച്ചുകൊണ്ടാണ് സിനിമ അവസാനിപ്പിക്കുന്നത്.